ഹലോ, ഇതാണ് വെള്ള വരിക്ക ചക്കപ്പഴം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി ഇലയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കെന്തായാലും ആദ്യം ഇതിൻ്റെ ഈ പാടയും ഇതിൻ്റെ തോടും കുരുവും ഒക്കെ മാറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഈ കുരുവും പാടയും തോടും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ചക്കപ്പഴം നമുക്കിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് വണ്ണം വേണ്ട, ചെറുതായിട്ട് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇതാണ് ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൽ ഒരു 10 എണ്ണം നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 2 ഏലക്ക കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഈ വെള്ള ചക്കപ്പഴം തന്നെ വേണമെന്നില്ല, വരിക്ക ചക്കപ്പഴം ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വെള്ള ചക്കപ്പഴം കിട്ടിയോണ്ട് അത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് പുട്ടിന് കണക്കാക്കിയുള്ള അരിപ്പൊടി എടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചെടുത്ത ചക്കപ്പഴം ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഏകദേശം 3 കപ്പ് അരിമാവിന് 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ശർക്കരയും ചേർത്തു. അപ്പോൾ അത് മധുരം കുറവാണെന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടി ചേർക്കാം. 1/4 കപ്പിൻ്റെ പകുതി കൂടി വേണമെങ്കിലും ചേർക്കാം. ഞാനെന്തായാലും 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി കാണാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള ചക്ക ഒന്ന് നെയ്യിൽ വരട്ടിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഉരുക്കാനായിട്ട്. അതിലേക്ക് ഒരു 1/4 കപ്പിൽ കുറവ് വെള്ളം ഒഴിക്കുക. 1/4 കപ്പിൽ കുറവ് വെള്ളം ഒഴിക്കുക. എന്നിട്ടത് ഉരുക്കിയെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ച ഈ അരിഞ്ഞെടുത്ത ചക്കപ്പഴം ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 20-25 ചെറിയ ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ട് നെയ്യിൽ ഒന്ന് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഉരുക്കാനായിട്ട് വെച്ച ആ 1.5 കപ്പ് ശർക്കര കൂടി ചേർക്കാം.
ഇനി ഈ ചക്ക വരട്ടാനായിട്ട് ശർക്കര പാനിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് നല്ല ഇത് ശർക്കരയൊക്കെ വറ്റി വരണം. ഒരു തോർത്ത് എന്തെങ്കിലും വെച്ചൊന്ന് ഈ ഉരുളിയുടെ ഒരു സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. ഇനി എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് കാണാം. നമ്മൾ ആൾറെഡി 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നല്ല വരണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മളിത് വരട്ടുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ തവി വെച്ചിട്ട് ഈ ചക്കപ്പഴത്തിനെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് വിടണം. എന്നാലേ നല്ല സെറ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലക്ക കൂടി ചേർത്ത ഒരു മുഴുവൻ തേങ്ങ തിരികിയത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതും കൂടി ചേർക്കാം. അതായത് ഒരു മുഴുവൻ തേങ്ങ അതിലേക്ക് 5 ഏലക്ക കൂടി ചേർത്ത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തത് അതും കൂടി ചേർക്കാം. ഇനി ഇതുകൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇത് തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമ്മളെടുത്ത ഈ തെരളിയില കോട്ടിയെടുക്കാം. ആണല്ലേ, ഇതുപോലെ ഒന്ന് കോട്ടിയെടുത്ത് അതിൽ നമ്മളെടുത്ത ഈർക്കിലെടുത്ത് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത് ഒന്ന് കോട്ടിയെടുക്കാം. ഇനി ഒരു ഇഡലി പാത്രത്തിൽ 3 കപ്പ് വെള്ളമെടുത്ത് നമുക്ക് അതൊന്ന് തിളപ്പിക്കാം. ഇനിയാണ് ഇതിലെ പ്രധാന പരിപാടി. അതായത് നമ്മൾ കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒരു ഇല എടുത്തതിന് ശേഷം അതിലേക്ക് മാവ് വച്ച് ഇതിൻ്റെ ഇലയുടെ ചുറ്റും ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. മാവിന് ഒരുപാട് കട്ടി കൂടാൻ പാടില്ല. ഒരുവിധം കട്ടി കുറച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇതാണല്ലേ, ഇതുപോലെ ഒരു സ്പൂണ് വച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ചേർത്തെടുത്താൽ മതി. ഇതാണല്ലേ, ഇതുപോലെ നന്നായിട്ട് ഇതിൽ ഒന്ന് മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ആ കൂട്ട് ഇതിൽ വെച്ച് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതിൽ ആ കൂട്ട് നിറയ്ക്കാം. ആ കൂട്ട് നിറച്ചതിന് ശേഷം നമുക്കിതിൽ കുറച്ച് മാവ് കൂടി എടുത്ത് ഇതിൻ്റെ മേൽഭാഗം കൂടി അങ്ങ് അടയ്ക്കാം. ഇതുപോലെ അതിൻ്റെ മേൽഭാഗം കൂടി അങ്ങ് അടച്ചെടുക്കാം. ഇതാണല്ലോ, ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഡലി പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതുപോലെ. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട് ഇതിൽ വയ്ക്കാനായിട്ട്. എന്തായാലും നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
എന്തായാലും ഇലയപ്പം ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കിത് എന്തായാലും തണുത്തിട്ട് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. ഇതല്ലേ, ഇതുപോലെ കിട്ടും. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.